ഉണ്ണി അവന്മാര് കൊടിമര ഇടുകയോ ഊരുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ അവന്മാരുടെ തരുമ്പോ നമ്മുടെ ദൂരാതെ നോക്കണം. അല്ല പപ്പഞ്ചി, എന്നാലും ആരായിരിക്കും കൊടിമര ഓടിച്ചത്? എടാ എന്താ സംശയം, അവന്മാര് തന്നെ. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോ ഇവന്മാരാരെങ്കിലും തട്ടും, എന്നിട്ട് ആരെങ്കിലും തല വെച്ച് കെട്ടും. ഇനി ഒരു പക്ഷേ നമ്മളെ ഇവന്മാരെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി ആ കതറിട്ട കണാപ്പന്മാർ ഉണ്ടാക്കിയതാണോന്ന് അറിയത്തില്ല. ആ അത് ശരിയാ പപ്പഞ്ചി. ഇവന്മാർ ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ആളും പേരും ഇല്ലാണ്ടല്ലോ. ഓ, ഒരു നല്ല അടി കണ്ടിട്ട് എത്ര നാളായി. ഇതൊരുമാതിരി പിള്ളേര് പള്ളിക്കൂടത്തിൽ കിടന്ന് കുത്തി മാന്തി എന്ന് പറയുന്ന പോലെ കൊടിമരം ഓടിക്കൂ, കൊടിമരം തൊലിച്ചു. എടാ, ഇതൊക്കെ അവന്മാരുടെ ഒരു വേലയാ. ഇത്തവണ കാര്യങ്ങളും കൈവിട്ട് പോകുമെന്നാ തോന്നുന്നത്. കൈവിട്ട് പോയാ മതിയായിരുന്നു. നമുക്കിതൊക്കെ കാണാനുള്ള യോഗല്ലേ ഉള്ളൂ. വല്ലവന്മാരും കിടന്ന് ഇങ്ങനെ തമ്മിലടിക്കുന്നത് കാണാൻ നല്ല രസമാ, ഇല്ലയോ നേതാവേ? നിങ്ങളാള് കൊള്ള. ബ്രിട്ടീഷുകാരുടെ തോക്കിൻ കോഴിന് മുമ്പിൽ അടി പതരാതെ പോരാടിയ നമുക്ക് ഭയം ഉണ്ടായിട്ടല്ല. അതെ, സമാധാനമായിരിക്കുന്ന കഴിവേടായിട്ട് കാണരുത്. അവന്മാരടിക്കട്ടാ, നമുക്ക് പണി കിട്ടൂടാ. സംശയമുണ്ടോ? ഓ, ഒന്നാമത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു. അടി കൊണ്ടാന്നാണ് കേട്ടു, കൊടുത്ത അക്രമം. കൊടുക്കുന്ന കാര്യം ആലോചിക്കണ്ട. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. എന്തുവാ? ആൽത്തറയിലോട്ട് നോക്ക്. സ്വാമിയെ കൊണ്ട് ശത്രുസമാരെ പൂജി. അയ്യോ. പിന്നെ അതിനപ്പുറത്തോട്ട് നോക്ക്. ആര്? അയ്യോ, നിനക്കെന്തിനാ പ്രാന്താന്ന്? ചെന്ന് വിളിക്കും. ഞാനോ? ആ, എടാ, അങ്ങനെ മുഴുത്ത പ്രാന്ത. പണ്ട് 4 പേരെ ചുട്ടുകൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ കത്തിച്ച മനുഷ്യനാ. നിനക്കറിയാത്തോ മോനെ? അതറിയാവുന്നോണ്ടാ ചെന്ന് വിളിക്കാൻ പറഞ്ഞ. നക്സലൊക്കെ ഇപ്പൊ വേറെ ലെവൽ ബ്രോ. ബ്രോയാ? സഖാവേ, ആ, പുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ വിളിക്കാലേ. ആ, വാ. ഈ കഞ്ചാവിന്റെ പുകയെല്ലാം ഊതി ഈ പൂങ്കാവിനെ ഒരു കയറവനാക്കി മാറ്റണ വത്സ. നോം പൂർവാശ്രമത്തിൽ നിന്നും കണ്വാശ്രമത്തിലേക്കുള്ള ഒരു യാത്രയിലാണ്. അയ്യോ, കണ്ണിനെന്ത് പറ്റി സ്വാമി? നോമിന്റെ കണ്ണിന് യാതൊരു കുഴപ്പവുമില്ല വത്സ. അയ്യേ, സത്യം. അല്ല, കണ്ണാശുപത്രി പോകുന്ന പറഞ്ഞായിരുന്നു. കണ്ണാശുപത്രി അല്ല, കണ്വാശ്രമം. ഓ, അതാണ്. ഞാൻ കരുതി. ശങ്കരേട്ടാ, നമസ്കാരം. ശങ്കരേട്ടാ, ഈ വർഗീയ ശക്തികൾ നമ്മുടെ നാടിനെ തകർത്ത് മുന്നോട്ട് പോകുന്നത് അങ്ങ് കാണുന്നില്ലേ? അങ്ങയുടെ ആ പഴയ വിപ്ലവ വീര്യം ഞങ്ങൾക്ക് തന്നുകൂടെ? തരും തരും. ചേട്ടായി, സത്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒരമ്മ പെറ്റ മക്കളല്ലേ? അതപ്പോ എന്നാ ചോദിക്കും. Thank you, my dear comrades. A day may come and you will regret. ഓ, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാവേ. ഓ, വാടാ. പുള്ളി എന്തുവാ ലാസ്റ്റ് പറഞ്ഞു? ഫസ്റ്റ് പറഞ്ഞ മനസ്സിലായി. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ആദ്യം ഞാൻ പുള്ളിക്ക് റിക്രറ്റ് വാങ്ങിക്കാൻ 100 രൂപ കൊടുത്തില്ല, അതിന്റെ സന്തോഷമാണ്. അതെന്ന് തോന്നുന്നു. എടാ, അത് ബൊളീവിയൻ കാടുകൾ കാണുന്ന ഒരു പ്രത്യേക ഇനം കഞ്ചാവാ. റിഗ്രറ്റ്. വെറുതെ 100 രൂപ കൊണ്ട് കളഞ്ഞു. ആദ്യമേ ഈ പാട്ടിട്ട് കൊടുത്താ പോരായിരുന്നോ? മതിയായിരുന്നു. അല്ലേലും ഈ വിപ്ലവകാരികൾക്ക് പാട്ടൊരു ആവേശം. കറക്റ്റ്. വേണ്ട, വിശ്വസിച്ചു. ചേട്ടനെ കണ്ടില്ലായിരുന്നു ഞാൻ പെട്ടെന്ന്. എന്താ പേര്? നന്ദകുമാർ. വീട് എവിടെയാ? കൊടുവേര അമ്പലം അറിയാമോ? എൻ്റെ അടുത്ത്. ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. എൻ്റെ ഒരു സ്വപ്നമാണേ. ഏത് പരീക്ഷയാ? SI ടെസ്റ്റ്. SI നന്ദകുമാർ. കിട്ടോ? കിട്ടും. ഇതിനു മുമ്പ് ഏതെങ്കിലും ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ? പിന്നെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ? എന്റെ ചേട്ടാ, എഴുതിയ എല്ലാ പരീക്ഷയ്ക്കും ഫസ്റ്റ് റാങ്കാ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെ കിട്ടിയതാ. എന്നിട്ട് എന്താ ആ ജോലിക്ക് പോയിരുന്നത്? ചേട്ടാ, എനിക്കൊരു SI ആ. ഏതെങ്കിലും ഒരു ജോലി കിട്ടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുന്നില്ല ചേട്ടാ. സന്തോഷം. അത് ശരിയാ. ചേട്ടാ, പരീക്ഷയ്ക്ക് സമയമായി. കുറച്ചുകൂടെ സ്പീഡില്. ഇനി ഞാൻ സ്പീഡ് കുറച്ചതിന്റെ പേരിൽ SI ആവാതിരിക്കണ്ട. സ്പീഡിൽ പോവാം. നമസ്കാരം. നമസ്കാരം.